Hello friends, welcome back to the Kapi Corner. 2000-ൽ റിഡ്ലി സ്കോട്ടിൻ്റെ സംവിധാനത്തിൽ റസൽ ക്രോ നായകനായ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരുന്നു. ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയതും ഒരുപാട് അക്കാഡമി അവാർഡുകൾ വാരിക്കൂട്ടിയതും അതുപോലെ നമുക്ക് ഇന്നും കാണുമ്പോൾ വളരെ ഫ്രഷായിട്ടും വളരെ ഗൂസ് ബംസ് മൊമെൻറ്റ്സും ഒക്കെ തരുന്ന ഒരു ഫിലിമാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത്. 2001-ൽ തന്നെ ഈ ഒരു ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവർ ചെയ്തിരുന്നു. ബട്ട് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഒരുപാട് ഡിലേ ആയി. അതിന് എനിക്ക് തോന്നുന്നു കുറേ അപ്ഡേറ്റ്സ് ഇടയ്ക്ക് വന്നിരുന്നുണ്ടെങ്കിലും അതൊന്നും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി 2023-ലാണ് ഈ ഫിലിം ഷൂട്ടിംഗ് ആരംഭിച്ചത്. അതിനുശേഷം 2024 നവംബറിൽ വേൾഡ് വൈഡ് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്തിരുന്നു ഗ്ലാഡിയേറ്റർ 2. അപ്പം ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിഡ്ലി സ്കോട്ട് തന്നെയാണ്. ഒരു ഫസ്റ്റ് വളരെ ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോഴും വളരെ ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമെന്ന് പറയുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും ആ ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു കമ്പാരിസൺ വരുന്നത് സിനിമയുടെ ഫസ്റ്റ് പാർട്ടുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഗ്ലാഡിയേറ്റർ 2 വരുന്നു എന്ന് പറയുമ്പോൾ വളരെ ഹൈ എക്സ്പെക്റ്റേഷനാണ് ആൾക്കാർക്കുള്ളത്. കാരണം അത്രമാത്രം എൻജോയ് ചെയ്തൊരു ഫിലിമാണ് ഗ്ലാഡിയേറ്റർ 1. അപ്പം ഫിലിം കണ്ടപ്പോൾ ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് എനിക്ക് പറയാം. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയും വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അത്രയും വന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഡീസെൻറ്റ് ഇനഫ് ഓർ വെൽ മെയ്ഡ് മൂവി എന്ന് പറയാൻ കഴിയും. കാരണം ഇതിൻ്റെ ഒരു കോർ പ്ലോട്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫസ്റ്റ് പാർട്ടിലുള്ളതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിനും നല്ലൊരു ഒരു പ്രോപ്പർ കോർ ത്രെഡ് ഉണ്ട്. അത് നല്ല രീതിയിൽ ഇവർ ഫിലിമിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് പാർട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്ന രീതിയായാലും വളരെ മനോഹരമായിട്ട് നമുക്കൊരു പൊരുത്തക്കേട് തോന്നാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് അവർ ലിങ്ക് ചെയ്ത് കഥ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഫിലിം തുടങ്ങുന്നത് ലാസ്റ്റ് എനിക്ക് ഗ്ലാഡിയേറ്റർ 1 അവസാനിക്കുന്നത് റസൽ ക്രോവ് ചെയ്ത മാക്സിമസ് ഡെസിമസ് എന്ന ക്യാരക്ടർ മരിക്കുന്നിടത്താണ് ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 16 വർഷങ്ങൾക്ക് ശേഷമുള്ള റോം എന്നുള്ള അവിടെ വെച്ചിട്ടാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. റോം ഭരിക്കുന്നത് കറപ്റ്റായിട്ടുള്ള രണ്ട് ട്വിൻ എംപറേഴ്സാണ്. വളരെ ക്രൂരന്മാരായിട്ടുള്ള രണ്ട് ട്വിൻ എംപറേഴ്സാണ് ഭരിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരം ജനറൽ അക്കേഷ്യസ് അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യം ആക്രമിക്കുന്നതും അവിടുന്ന് കുറേ ആൾക്കാരെ ഹാനോ എന്ന് പറയുന്ന ഒരാൾ ഉൾപ്പെടെ കുറേ ആൾക്കാരെ അവർ സ്ലേവ് ആയിട്ട് കൊണ്ടുവരുന്നതും അതിനുശേഷം അവരെ ഗ്ലാഡിയേറ്ററായി മാറുന്നതും ഒക്കെയാണ് ഫിലിം പറയുന്നത്. ഫസ്റ്റ് പാർട്ടിലുള്ളതുപോലെ തന്നെ കുറച്ച് സിമിലാരിറ്റി ഉള്ളൊരു പ്ലോട്ടാണ്. ബട്ട് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലുള്ളതുപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സും ഈ ഒരു സെക്കൻഡ് പാർട്ടിലും കുറേ ക്യാരക്ടേഴ്സ് അതുപോലുള്ള അതേ ക്യാരക്ടേഴ്സ് തന്നെ ചിലരുണ്ട്. അതുപോലെ അതേ സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. ഡെൻസൽ വാഷിങ്ടൺ ചെയ്ത മാക്രിനസ് എന്ന് പറയുന്ന ക്യാരക്ടറും ഫസ്റ്റിലുള്ളതുപോലെ സ്റ്റേബിൾ മാസ്റ്റർ എന്നുള്ള അതിനകത്ത് ഫസ്റ്റിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇതിലും ഉള്ളത്. എന്തായാലും ഡെൻസൽ വാഷിങ്ടൺ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തതും ഡെൻസൽ വാഷിങ്ടൻ്റെ ക്യാരക്ടറാണ്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഡെൻസൽ വാഷിങ്ടൺ. അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് പുള്ളിക്കുള്ളത്. അതുപോലെ ഇതിനകത്ത് നായകനായിട്ട് വന്നിരിക്കുന്നത് പോൾ മെസ്കലാണ്. മെയിൻ ക്യാരക്ടറായ ഹാനോ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. വളരെ നന്നായിട്ട് പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൽ ഏറ്റവും കൂടുതലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ സീൻസിനാണ്, ആക്ഷൻ കൊറിയോഗ്രഫിക്കാണ് കൂടുതലും. ആക്ഷൻ കൊറിയോഗ്രഫിയും അതുപോലെ വിഷ്വൽ ബ്യൂട്ടിക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫിലിം അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഫസ്റ്റിലുള്ളതുപോലെ അത്ര ഗൂസ് മൊമെൻറ്റ്സ് ഒന്നും ഈ ഒരു ഫിലിമിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ചില ഡയലോഗ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഭാഗങ്ങളിലൊന്നും അത്ര ഒരു വലിയ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും അത്രയ്ക്കൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് ഒരുപാട് കൂടുതൽ നല്ല ആക്ഷൻ സീൻസ് ഉണ്ടായിരുന്നു. ഓരോ 15-20 മിനിറ്റിലും നല്ല ഒരു ഫൈറ്റ് സീൻസ്, അതായത് ആ ഒരു ഗ്ലാഡിയേറ്റർ ഫൈറ്റ് സീൻസ് ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ടെമ്പിൾ എവർ മെയ്ഡ് എന്ന് പറയുന്ന കൊളോസിയത്തിൽ വെച്ചിട്ടുള്ള കുറേ ആക്ഷൻ സീൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അതിൻ്റെ കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന പോൾ മെസ്കലും ഹാനോ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്ന പോൾ മെസ്കലും വളരെ നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഏതൊരു ഇംഗ്ലീഷ് ഫിലിം എടുത്താലും അതിലൊരു ഇന്ത്യൻ ക്യാരക്ടർ ഇപ്പോൾ എല്ലാ ഫിലിംസിലും വരുന്നുണ്ട്. അതുപോലെ ഇതിലൊരു രവി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്യാരക്ടറായിട്ടും ഒരു ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. അലക്സാണ്ടർ കരീം എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ആക്ടറാണ് അത് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ സിനിമയിലും ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. മേ ബി
ഇന്ത്യക്ക് ലോകത്തൊരു വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം അങ്ങനൊരു ക്യാരക്ടേഴ്സ് അവർ കൊണ്ടുവരുന്നത്. അപ്പം ഇതല്ലാതെ പിന്നെ മ്യൂസിക് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഹാൻസ് സിമ്മർ ആയിരുന്നു ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. അത് ആ എൻഡിങ്ങിൽ വരുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഒക്കെ വളരെ മനോഹരമായിട്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നത്. അതേ സാധനങ്ങൾ തന്നെ ഗ്ലാഡിയേറ്റർ 2-ലും ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിൻ്റെ അത്രയും ബാക്കി കാര്യങ്ങളിൽ മ്യൂസിക് അത്രമാത്രം ഫസ്റ്റിന് അത്രയും നമുക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഇതിൽ പക്ഷേ ഈ സെയിം സാധനങ്ങൾ യൂസ് ചെയ്തെടുത്ത് വളരെ മനോഹരമായിട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര ഒരു പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ഓവറോൾ ഒരു വൺ ടൈം വാച്ച് ആയിട്ട് പറയാൻ പറ്റുന്നൊരു ഫിലിമാണ് ഗ്ലാഡിയേറ്റർ 2. ഫസ്റ്റ് കണ്ടവർക്ക് അത്രമാത്രം സൂചിക്കണമെന്നില്ല, എന്നാലും ഡീസൻറ്റ് ഇനഫായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഗ്ലാഡിയേറ്റർ 2. സോ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. തിയേറ്ററിൽ തന്നെ കണ്ടാൽ അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് ഗ്ലാഡിയേറ്റർ. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.